إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا مذبذبين بين ذلك لا إله هؤلاء لا إله هؤلاء ولا إله هؤلاء ومن يضلل الله فلن تجد له سبيلا إن المنافقين തീർച്ചയായും കപടവിശ്വാസികൾ യുഖാദിഊന അല്ലാഹ് അല്ലാഹുവിനെ ചതിക്കാൻ പരിശ്രമിക്കുന്നു വഹുവ ഖാദിഉഹും അല്ലാഹു അവർക്ക് തിരിച്ചടി നൽകുന്നതാണ് വഇദാ ഖാമൂ ഇലസ്സലാഹ് അവർ നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഖാമൂ കുസാല അലസന്മാരായി നിൽക്കുന്നു യുറാഊന അന്നാസ് അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നന്മകൾ പ്രവർത്തിക്കുന്നു ولا يذكرون الله إلا قليلا അവർ അല്ലാഹുവിനെ അല്പം മാത്രമാണ് ധ്യാനിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ അതീവ ഗൗരവമായ ഒരു ഭാഗമാണ് ഈ ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ മുനാഫിഖ് കപടന്മാരെ പറ്റി പറയുകയാണ്. കപടന്മാർ എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കാനും നിന്ദിക്കാനും അവർക്ക് നൽകാൻ ഉപയോഗിക്കുന്നൊരു ബിരുദത്തിന്റെ നാമമാണ്. കുടുംബത്തിൽ വഴക്കുണ്ടാക്കിയാൽ നീ മുനാഫിഖ്, സമുദായത്തിൽ പ്രശ്നമുണ്ടാക്കിയാൽ നീ പണ്ടേ മുനാഫിഖ് എന്നല്ല പണ്ഡിതന്മാരെയും സാദാത്തുകളായ ആളുകളെ പോലും മുനാഫിഖ് എന്ന് വിളിക്കാൻ ഒരു മടിയുമില്ലാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ ആയത്ത് ഓതുന്ന സമയത്ത് ഞാനും നിങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി ഒരായത്തെടുത്ത് വെച്ച് ഓതുകയാണ് എന്ന ചിന്ത സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ മുനാഫിഖുകളുമായി ബന്ധപ്പെട്ട ആയത്ത് ഒരു നമസ്കാരത്തിൽ ഓതിയപ്പോൾ ഒരു മഹാൻ പറയുകയുണ്ടായി, എന്നെ സൂചിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഓതേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന്. പക്ഷെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഈ ആയത്തുകൾ സ്വന്തം ജീവിതത്തിലേക്കുള്ള കണ്ണാടികളായിട്ടാണ് നോക്കിയിരുന്നത്. ഈ ആയത്തുകൾ ഓതുകയും പടച്ചവനെ ഇതിൽ പറയപ്പെട്ട ദുർഗുണങ്ങൾ ഞങ്ങളിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുകയും അവരുടെ ജീവിതം നന്നാക്കാൻ
അവർ പരിശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. ഈ നിലയിൽ ഇത്തരം ആയത്തുകൾ ഓതുന്നതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ഓതുമ്പോൾ ഈ ആയത്തിൽ വലിയ രസാനുഭൂതി അനുഭവപ്പെടും. അല്ലാത്ത പക്ഷം പടച്ചവൻ കാക്കുമാറാകട്ടെ പകയുടെയും ദുരുദ്ദേശത്തിന്റെയും പുകച്ചുരുളുകൾ മാത്രം ഉയർന്ന് സ്വന്തം മനസ്സ് മോശമാകുന്നതാണ്. അല്ലാഹു തആല ഈ ആയത്തിൽ കപടവിശ്വാസികളുടെ അതീവ ഗുരുതരമായ ചില കുഴപ്പങ്ങൾ വിവരിക്കുകയാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. കപടവിശ്വാസികൾ പടച്ചവനെ ചതിക്കാൻ പരിശ്രമിക്കുന്നു. അള്ളാഹുവിന് മുമ്പാകെ ആരുടെയും ചതിയും വഞ്ചനയും കളവും കുതന്ത്രവും വിലപോകുന്നതല്ല. പിന്നെ പടച്ചവൻ ഈ വാക്യം ഇവിടെ ഉപയോഗിച്ചത് അവരുടെ മാനസികാവസ്ഥ കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ എന്തെല്ലാം കാണിച്ചിട്ടും പടച്ചവൻ തിരിച്ചടിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് എന്റെ കാര്യങ്ങളൊന്നും പടച്ചവൻ അറിയുന്നില്ലല്ലോ, ഞാൻ എങ്ങനെ കഴിഞ്ഞാലും യാതൊരു കുഴപ്പവുമില്ല എന്നവർ വിചാരിക്കുന്നു. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. എന്തെങ്കിലും വിഷയം വന്നാൽ ആണയിട്ട് രക്ഷപ്പെടുന്നു. അള്ളാഹു പറയുന്നു, നാളെ ആഖിറത്തിലും ആണയിട്ട് രക്ഷപ്പെടാൻ പരിശ്രമിക്കും. يوم يبعثهم الله جميعا فيحلفون له كما يحلفون لكم. ഈ ലോകത്ത് വല്ല വിഷയം വന്നാൽ അന്ന് അള്ളാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് ആണയിട്ട് രക്ഷപ്പെട്ടിരുന്നത് പോലെ നാളെ പടച്ചവരോടും അവർ ആണയിടാൻ പരിശ്രമിക്കും. അല്ലാഹു തആല അവരുടെ തിന്മകളെല്ലാം അവർക്ക് അറിയിച്ചു കൊടുക്കും. വഹുവ ഖാദിഉഹും. അല്ലാഹു തആല അവരെ തിരിച്ചടിക്കുകയാണ്. ചതി, വഞ്ചന, ഇത് അള്ളാഹുവിന് ഫലിക്കാത്തതുപോലെ അള്ളാഹുവും ആരെയും ചതിക്കുകയും അതുപോലെ വഞ്ചിക്കുകയുമില്ല. പിന്നെ ഇവിടെ എന്തിനാണ് ഈ വാക്യം പറഞ്ഞത്? ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ ജലാലൈനിൽ പറയുന്നു, രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അതേ രീതിയിൽ തിരിച്ചടി കൊടുക്കുന്നതാണ്. അതായത് അവർ വിചാരിക്കുന്നു അള്ളാഹു അറിയുന്നില്ലെന്ന്. അള്ളാഹു പറയും അവരങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ, അള്ളാഹു ഉള്ളിൽ കൂടി അവരെ പിടികൂടുന്നതാണ്. يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم. മഹ്ശറയിൽ അവർ നല്ലവരുടെ കൂട്ടത്തിൽ വന്നു നിൽക്കും. അല്ലാഹു തആല അവരോട് മാറി നിൽക്കാൻ പറയും. സിറാത്ത് പാലത്തിൽ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നടക്കാൻ പരിശ്രമിക്കും. അല്ലാഹു പറയും മാറി നിൽക്കാൻ പറയും. وَإِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَى يُرَاءُونَ النَّاسَ. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നമസ്കാരത്തിന്റെ വിഷയത്തിലുള്ള മുനാഫിഖീങ്ങളുടെ അവസ്ഥ പറയുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇത് നമസ്കാരത്തിന്റെ കാര്യം മാത്രമല്ല, നമസ്കാരത്തിന് ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ളതിന്റെ കാര്യം പറയാനേ ഇല്ല. ദഅവത്തിൽ, ഇൽമു പഠിക്കുന്നതിൽ, പഠിപ്പിക്കുന്നതിൽ, സൽസ്വഭാവത്തിൽ, കുടുംബ ബന്ധത്തിൽ, അതെല്ലാം ഗുരുതരമായ വീഴ്ചയായിരിക്കും. وَإِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَى
ഇത് നമസ്കാരത്തിൽ അവരുടെ ബാഹ്യ രൂപമാണ്. അലസന്മാരായി നിൽക്കും. ബാങ്ക് കൊടുക്കപ്പെടുന്ന സമയത്ത് സത്യവിശ്വാസികളുടെ മനോമുഖരങ്ങൾ ഉണരും. മർഹബ മർഹബ എന്ന് പറയും. ഇഖാമത്ത് കൊടുക്കുമ്പോൾ വികാരത്തിന്റെ വേലിയേറ്റമുണ്ടാകും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ അവർ പടച്ചവരിലേക്ക് വളരെയധികം അടുക്കും. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ പടച്ചവരുമായിട്ടുള്ള മുനാജാത്ത് ആരംഭിക്കും. പക്ഷെ ഇവർ അലസന്മാരെ പോലെയാണ് നിൽക്കുന്നത്. അലസതയെപ്പറ്റി 3 ഭാഗങ്ങൾ മഹാന്മാര് പറയുന്നു. ഒന്ന്, കോലത്തിൽ അലസതയായിരിക്കും. ഒതു മുതൽ എന്നല്ല, മലമൂത്ര വിസർജന ശുചീകരണം മുതൽ പിന്നീട് നൃത്തത്തിനെ മറ്റും കാര്യം പറയാനേയില്ല. ഭയങ്കര അലസതയും മടിയും ബുദ്ധിമുട്ടും. മദ്രസയ്ക്ക് വേണ്ടി കാര്യം ചെയ്യൽ, ഉസ്താദന്മാർക്ക് വേണ്ടി കാര്യം ചെയ്യൽ, നിയമത്തിന് വേണ്ടി കാര്യം ചെയ്യൽ, ഭർത്താവിന് വേണ്ടി നിസ്കരിക്കൽ, ഇങ്ങനെ അവർ ഭാരത്തോടുകൂടി നിൽക്കുന്നതാണ്. 2, അവരുടെ വാചകങ്ങൾ ഭാരമായിരിക്കും. ഒരൽപ്പം ഖുർആൻ ഓതി കഴിഞ്ഞാൽ ക്ഷീണിച്ചു പോകും. ദിക്റും ദുആയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ അസ്വസ്ഥത. 3ാമത്തെ കാര്യം, മാനസികമായി അവർ വലിയ ഭാരമായിരിക്കും. وَإِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَى يُرَاءُونَ النَّاسَ. പിന്നെ അവരുടെ മാനസികാവസ്ഥയെ പറ്റി പറയുന്നു. പിന്നെന്തിനാണെങ്കിലും ബുദ്ധിമുട്ടുന്നത്? ജനങ്ങളെ കാണിക്കണം, 10 പേരെ അറിയിക്കണം. അല്ലെ എന്നെ പറ്റി എന്ത് വിചാരിക്കും? അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. ആദരവായ റസൂലുള്ളാഹി പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം മരണി, കപടവിശ്വാസികൾക്ക് ഏറ്റവും ഭാരമായ നമസ്കാരം ഇശായും സുബ്ഹിയുമാണ്. എന്നാൽ അവർ തന്നെ അതിലടങ്ങിയിരിക്കുന്ന നന്മകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടിലിഴഞ്ഞാലും അവിടെ വരാൻ അവർ പരിശ്രമിക്കുമായിരുന്നു. ഞാൻ ആഗ്രഹിച്ചു നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെടാനും എന്നിട്ട് ആരോടെങ്കിലും ഇമാമത്ത് നിൽക്കാനും പറയാൻ, എന്നിട്ട് ഏതാനും ചെറുപ്പക്കാരോടൊപ്പം ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാത്ത ആളുകളിലേക്ക് പോയി അവരോടൊപ്പം അവരുടെ വീടുകളെ കരിച്ചു കളയാൻ ഞാൻ ആഗ്രഹിച്ചു പോയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യത്തിന്റെ തിരുദൂതം. പക്ഷേ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അതീവ ഗൗരവം. വല്ലദീ നഫ്സീ ബിയദിഹി ലൗ അലിമ അഹദുകും അന്നഹു യജിദു അറഖൻ സമീനൻ ഔ മിർമാതൈൻ ഹസനതൈൻ ലശഹിദ സ്വലാത വലൗലാ മാ ഫിൽ ബുയൂതി മിനൻ നിസാഇ വദ്ദുരിയതി ലഹറത്തു അലൈഹിം ബുയൂതഹും ബിന്നാർ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു, വീട്ടിലുള്ള പെണ്ണുങ്ങളെയും കുട്ടികളെയും വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്രകാരം ചെയ്യാത്തത്. അവരില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവരോടൊപ്പം അവരുടെ വീടുകളെ കരിച്ചു കളയുമായിരുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഭാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരം ജമാഅത്ത് നമസ്കാരമാണ്. ജമാഅത്ത് നമസ്കാരത്തിൽ അലസത കാണിക്കും, പങ്കെടുക്കുകയില്ല. പങ്കെടുത്താൽ തന്നെ വലിയ ബുദ്ധിമുട്ടോടുകൂടിയും പ്രയാസത്തോടുകൂടിയും നമസ്കരിക്കും. وَإِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَى يُرَاءُونَ النَّاسَ. അല്ലാഹു നമുക്ക് വഞ്ചന, ചതി, കുതന്ത്രങ്ങൾ, പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ അലസത മറ്റുള്ളവരെ കാണിക്കാനുള്ള പ്രവണതയെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.